ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതാ അനിയൻ്റെ കല്യാണത്തിൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് ഞാൻ കല്യാണ ഒരുക്കങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോസ് കണ്ടു നോക്കണം കേട്ടോ. പാർട്ട് 1 എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ കമൻറ്റ് ചെയ്യണേ. ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ ഒരുക്കങ്ങളല്ലേ നടത്തേണ്ടത്. നമ്മളത് ചെയ്തത് ശരിയാവോ, ഇത് ചെയ്ത് ശരിയാവോ, അത് വാങ്ങണം, ഇത് വാങ്ങണം, അങ്ങനെ അങ്ങനെ കുറേ പരിപാടികളുണ്ട്. എന്താണെങ്കിലും ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കല്യാണം ഒരുക്കമാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഫസ്റ്റ് ഇൻവിറ്റേഷൻ മേടിക്കണമല്ലോ. അതിനായിട്ട് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് തന്നെ മേടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെയാണെങ്കിൽ നമുക്ക് നല്ല കുറേ വെറൈറ്റീസൊക്കെ കിട്ടും. പിന്നെ റേറ്റും കുറച്ച് കുറവൊക്കെയാണ് കേട്ടോ. അപ്പോൾ ബാംഗ്ലൂർ വന്ന് ഇൻവിറ്റേഷൻ വാങ്ങാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. നമ്മുടെ നാട്ടിലൊക്കെ ചെറിയൊരു കാർഡിന് നല്ല റേറ്റ് ആയിരിക്കും തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളിവിടെ നിന്ന് കാർഡ് മേടിച്ച് നാട്ടിൽ കൊണ്ടുപോയി പ്രിൻ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് നമ്മൾ ഇവിടെ മെജസ്റ്റിക്കിൽ പോയി ചിക്പേട്ടയിൽ പോയിട്ട് ഇൻവിറ്റേഷൻ്റെ തന്നെ മൊത്തത്തിലൊരു സ്ട്രീറ്റ് ഉണ്ട്. അവിടെയൊക്കെ എല്ലാ കടകളിലും പോയി കണ്ട് അങ്ങനെ നമ്മളൊരു ഇൻവിറ്റേഷൻ കാർഡൊക്കെ സെലക്ട് ചെയ്തിട്ടു. അപ്പോൾ ഇതാണ് നമ്മൾ സെലക്ട് ചെയ്ത കാർഡ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇൻവിറ്റേഷൻ കാർഡൊന്നും വലിയ ഗ്രാൻഡായിട്ടൊന്നും യൂസ് ചെയ്യാതിരിക്കാൻ നല്ലത്. കുറച്ച് പേർക്ക് ചെറിയൊരു കാർഡ് അതായിരിക്കും സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ള കാർഡ്സൊക്കെ ആയിരിക്കും ഇപ്പം ട്രെൻഡിങ്ങും. അതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഇതായത് നമ്മൾ ജസ്റ്റ് ഇൻവിറ്റേഷൻ കാർഡൊക്കെ വെച്ച് ഇൻസ്റ്റയിൽ കുറേ വൈറലായിട്ടുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് എൻ്റെ അനിയൻ്റെ കല്യാണത്തിനും ഈ ഒരു ഇൻവിറ്റേഷൻ റീൽ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. നമ്മളാണെങ്കിൽ ഇൻസ്റ്റ തുറന്നു പറഞ്ഞാൽ ഇൻവിറ്റേഷൻ്റെ ഹൽദി, മാരേജ്, ബ്ലൗസ് എങ്ങനെ തയ്ക്കണം അങ്ങനെ ഇങ്ങനെ നോക്കൽ മാത്രമായിരുന്നു. ഒരു സീസണിൽ ഫുൾ ഇൻസ്റ്റ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ കല്യാണ വീഡിയോസ് മാത്രമേ കാണണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ഞാനും ഒരു ഇൻവിറ്റേഷൻ വീഡിയോ ഇങ്ങനെ ചെയ്തു കേട്ടോ. ഇതിനെന്നെ ഹെൽപ്പ് ചെയ്ത് രമ്യയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഐഡിയാസ് ഞാനും കൊടുത്തു. പിന്നെ രമ്യയുടെ ഐഡിയയിൽ ഇതാ ഇങ്ങനെ കുറേ എനിക്ക് വീഡിയോസൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് രമ്യ. അപ്പോൾ ഇതാ അവൾ എടുത്തു തന്ന വീഡിയോസൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല കമൻസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല വീഡിയോ ആണല്ലോ എന്നൊക്കെ, നല്ല ഇൻവിറ്റേഷൻ കാർഡൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല കമൻസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെയാണ് നമ്മുടെ ഇൻവിറ്റേഷൻ കാർഡിൻ്റെ കഥകൾ കേട്ടോ. ഇനി ഇത് നമ്മുടെ ഷമിയുടെ വീട്ടിലുള്ള ഇൻവിറ്റേഷൻ കാർഡായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ ജസ്റ്റ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും നല്ല കാർഡ്, നല്ല ക്യൂട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഇൻവിറ്റേഷൻ്റെ സ്റ്റോറി കഴിഞ്ഞല്ലോ. ഇനി പിന്നെ നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ മുൻപ് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം കല്യാണ സമയത്ത് ഇപ്പം ചെക്കനാണെങ്കിലും അതുപോലെ ഞങ്ങൾക്കാണെങ്കിലും പെട്ടെന്ന് കല്യാണത്തിൻ്റെ കുറച്ച് ദിവസം മുന്നേ അല്ലേ നമ്മൾ വരുള്ളൂ. അപ്പോഴത്തേക്കും കല്യാണ സാരിയും ഷർട്ട്, മുണ്ട്, അതുപോലെ ബ്ലൗസ് തയ്പ്പിക്കണം, അങ്ങനെ കുറേ പരിപാടികളുണ്ടല്ലോ. അപ്പം നമ്മൾ ഒരു വെക്കേഷൻ ടൈമിൽ നാട്ടിൽ പോയിട്ട് പൂജാ വെക്കേഷൻ്റെ സമയത്ത് എല്ലാവരുടെയും ഒരുവിധം ലീവായിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് അനിയനും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളും വെക്കേഷൻ ടൈമിൽ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കല്യാണ സാരി, ചെക്കനുള്ള ഷർട്ട്, മുണ്ട്, അതുപോലെ റിസപ്ഷൻ്റെ ഡ്രസ്സ്, പിന്നെ ഞങ്ങൾക്കുള്ള സാരി, അങ്ങനെയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് സാരി, പിന്നെ നമ്മൾ കൊടുക്കാനുള്ളത്, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ അവിടെ നിന്ന് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ തൃശ്ശൂർ ജയലക്ഷ്മിയിലാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മുടെ കുറച്ച് ട്രയൽസാണ് കേട്ടോ. നമ്മളിതിൽ ചൂസ് ചെയ്തതൊക്കെ നമ്മൾ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ ഐറ്റംസൊക്കെ നോക്കി വേഗമൊക്കെ എടുത്ത് നമ്മൾ രാവിലെ പോയി വൈകിട്ട് വീട്ടിൽ തിരിച്ചെത്തി. അതിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തൃശ്ശൂർ ഒരുവിധം നമ്മൾ കറങ്ങി കേട്ടോ. അങ്ങനെ നമ്മുടെ ഡ്രസ്സിൻ്റെ ഷോപ്പിംഗ് അത് കഴിഞ്ഞ് പിന്നെ നാട്ടിൽ ചെന്നിട്ട് നമ്മൾ കുറച്ച് വേറെ കുറേ ഡ്രസ്സുകൾ, ഇപ്പം ടോപ്സ്, ചുരിദാർസ്, അങ്ങനെയൊക്കെ നമ്മൾ പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വീഡിയോ എന്ന് പറയുന്നത് ചേട്ടന്മാരുടെ കാതുകുത്തൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ മക്കളാണിത്. അവർ രണ്ടുപേരും സ്റ്റഡ് അടിച്ചു കേട്ടോ. അപ്പോൾ ഇവൻ ഒരു റിയാക്ഷൻ ഇല്ലാതിരിക്കുന്നത്, ഇത് മൂത്ത ആളാണ്. അതിൻ്റെ ഇടയിൽ തന്നെ ഞാനും 2 സ്റ്റഡ് ഓൾറെഡി ഉണ്ട്, ഇനി ഒരെണ്ണം കൂടി മേലെ അടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്നൊക്കെ കൊടുത്തു. പക്ഷേ എനിക്കെന്തോ ആ പൊസിഷൻ കാണിച്ചതെന്തോ അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് പിന്നെ വേദന എടുക്കുമെന്നൊക്കെ ടെൻഷൻ തോന്നിക്കൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കുത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് എൻ്റെ മോൻ, ചേട്ടന്മാരൊക്കെ സ്റ്റഡ് അടിച്ചതെന്ന് പറഞ്ഞു എനിക്കും അടിക്കണമെന്ന് പറഞ്ഞു ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ ഞങ്ങളൊരു മാഗ്നറ്റ് കമ്മൽ വെച്ചിട്ട് അങ്ങ് ഒപ്പിച്ചു കേട്ടോ. അപ്പോൾ അമ്പാടി ഇനിയും കാതുകുത്തണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുവാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ കുറച്ച് ഒരുക്കങ്ങളുള്ള വിശേഷങ്ങൾ കേട്ടോ. പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് പോണേക്ക് മുമ്പ് ഹെയറൊക്കെ കട്ട് ചെയ്തൊന്ന് സെറ്റാക്കണമെന്ന് പറഞ്ഞു ഞാനും ദേവും പറഞ്ഞുകൊണ്ടിരിപ്പായിരുന്നു. മുന്നേക്ക് ഹെയർ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അപ്പം ചേട്ടൻ പറയും കല്യാണത്തിന് പോകണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് കട്ട് ചെയ്യാമെന്ന്. എന്താണെങ്കിലും ബാംഗ്ലൂരിൽ നിന്ന് തന്നെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ ഞങ്ങൾ ഇരിപ്പുണ്ടായിരുന്നത്. എന്താണെങ്കിലും കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ രണ്ടുപേരും ഹെയർ കട്ടൊക്കെ ചെയ്തു കേട്ടോ. ഹെയർ എൻ്റെ കുറച്ച് നന്നായി കുറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെ ഹെയർ കട്ട് ചെയ്തപോലെ ഫീൽ ചെയ്തു കേട്ടോ. ദേവുവിൻ്റെ ഹെയർ കാണാനാണ് ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായത്. അത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ അടുത്ത് തന്നെ ബഗൽകുണ്ടേ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ സ്പിന്നിലാണ് നമ്മളിത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹെയർ എല്ലാം സെറ്റാക്കിയിട്ട് ആൾ എന്താണെങ്കിലും സൂപ്പർ മോഡേൺ ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഹെയറും നല്ല ചെറുതാക്കി ലെയർ കട്ട് തന്നെ അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും സൂപ്പറായിരുന്നു കേട്ടോ. ഞങ്ങൾ എന്താണെങ്കിലും മുടിയൊക്കെ വെട്ടി സെറ്റായിട്ടുണ്ട് കേട്ടോ കല്യാണത്തിന്.
ദേവുവിൻ്റെ ഹെയറിൽ എപ്പോഴും ലെയർ കട്ട് അടിക്കണം എന്ന് പറയും. ഫോണിലൊക്കെ നോക്കി കുറേ ഫോട്ടോസ് അവൾ സേവ് ചെയ്ത് വെക്കും. പക്ഷെ ആകെ കുറച്ച് മുടിയല്ലേ ഉള്ളൂ, ഇതിൽ എന്ത് ചെയ്യാനാ? ഞാനും വിചാരിച്ചില്ല ലെയർ കട്ട് അടിക്കാൻ പറ്റുന്ന. എന്താണെങ്കിലും സൂപ്പറായിട്ട് അവരങ്ങ് കട്ട് ചെയ്ത് തന്നു കേട്ടോ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ഇത്ര നന്നായിട്ട് ദേവുവിൻ്റെ ഹെയർ സെറ്റ് ചെയ്യണത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഹെയർ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്, സൂപ്പറല്ലേ? അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഹെയറൊക്കെ കട്ട് ചെയ്ത് സെറ്റായി. പിന്നെ ഈ ബ്യൂട്ടി പാർലറിൻ്റെ താഴെ തന്നെ നമ്മുടെ ഒരു പിസ്സ ഹട്ട് ഉണ്ടായിരുന്നു. ശരി, എന്നാൽ അവിടെ പോയിട്ട് ഒരു പിസ്സ കൂടി മേടിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരുന്നു കേട്ടോ. അപ്പോൾ അതേ നമ്മൾ അവിടെ പോയിരുന്നതാണ്. അവിടെ പോയിരുന്നപ്പോൾ ദേവുവിൻ്റെ ഹെയറൊക്കെ വെച്ചത് ഭയങ്കര എന്തൊക്കെയൊക്കെ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്താണ് കേട്ടോ. എന്താണെങ്കിലും നല്ല രസമുണ്ട്, എന്താണെങ്കിലും കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. അവിടെ നിന്ന് പിന്നെ പിസ്സയൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലോട്ട് പോയിട്ടോ. ഇനി നമ്മൾ അടുത്ത ദിവസമായിരുന്നു കല്യാണത്തിന് പോകുന്നുണ്ടായിരുന്നത്. കല്യാണത്തിന് 2-3 ദിവസം മുമ്പാണ് നമ്മൾ നാട്ടിലെത്തിയത് കേട്ടോ. കുറേ സാധനങ്ങൾ മേടിച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും പിന്നെ ഇതാ നമ്മൾ നാട്ടിലേക്ക് പോവുകയാണേ. ഇനി നമുക്ക് നാട്ടിലെത്തിയിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ കാണാം കേട്ടോ. നമ്മൾ പിന്നെ റിസപ്ഷൻ ഡ്രസ്സൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വന്നിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ പോയിട്ട് എടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കെട്ടിപ്പെറുക്കി നമ്മളങ്ങനെ നാട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ ഉറക്കമില്ലാത്ത കുറേ രാത്രികളായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അയ്യോ, ഇതൊക്കെ എങ്ങനെയാവും, എന്താവും, ആ ദിവസം അങ്ങ് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നൊക്കെയായിരുന്നു കേട്ടോ. അതാ അപ്പോൾ കല്യാണം ഉണ്ടായിരുന്നത് ഡിസംബർ 22-നായിരുന്നു കേട്ടോ, 2024. വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായിരുന്നേ ഉള്ളൂ. അപ്പോൾ അതാ നമ്മൾ ഡിസംബർ പിന്നെ നമ്മുടെ ക്രിസ്മസ് മാസമാണല്ലോ, അതുകൊണ്ട് നമ്മൾ പന്തലൊക്കെ ഇട്ടപ്പോൾ എല്ലാ ദിവസവും ക്രിസ്മസ് അപ്പൂപ്പൻ്റെ വരവായിരുന്നു കേട്ടോ. അപ്പോൾ അതാ വീട്ടിൽ ചെറിയ പന്തലൊക്കെ ഇട്ടു. പിന്നെ അതാ ഈ വഴിയിൽ ഇങ്ങനെ കുറച്ച് ലൈറ്റ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അനിയൻ നാട്ടിലെത്തി, അവർ സേവ് ദി ഡേറ്റ് എടുത്തു. ജസ്റ്റ് ഫോട്ടോസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നു, വീഡിയോ ആയിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. സേവ് ദി ഡേറ്റ് ഒക്കെ ചെറുതായിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഹൽദി തലേ ദിവസം ഒരു ചെറിയൊരു ഫംഗ്ഷനൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഇനി വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ചെറിയ വീട്. ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ പഴയന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ എൻ്റെ വീടുള്ളത്. ഹസ്ബൻഡ് വീടാണ് പാലക്കാട്. അപ്പോൾ അതാ ഞങ്ങൾ 3 മക്കളാണ്. അച്ഛൻ, അമ്മ, ചേച്ചി, ഞാൻ, പിന്നെ അനിയൻ. അപ്പോൾ അതാണ് നമ്മുടെ കുടുംബം കേട്ടോ. ചേച്ചിക്ക് 2 ആൺപിള്ളേരാണ്, നമുക്കും 2 പിള്ളേർ, ദേവും അമ്പാടിയും. അപ്പോൾ അതാ അവിടെ വന്ന ക്രിസ്മസ് അപ്പോൾ പോലെ ഡാൻസൊക്കെയാണ് കേട്ടത്. ഈ സാധനം തുടങ്ങുമ്പോ നീ ഇതിങ്ങനെ ദൈവം ഇങ്ങനെ പതുക്കെ പതുക്കെ ബാക്കും തുടങ്ങിക്കോ, നടന്നു തുടങ്ങിക്കോ. അവന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ തട്ടി ചോദിച്ചോ. ഇതാ ദേവ് ചോദിക്കണ്ടേ അല്ലേ? പിന്നെ ഈ സീൻ എന്ന് പറയുന്നത് നമ്മുടെ ഡാൻസ് പ്രാക്ടീസാണ്. അപ്പോൾ മാമന് ഭയങ്കര സങ്കടമായിരുന്നു, കല്യാണത്തിന് പാട്ടും ഡാൻസൊക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട്. നമ്മളാദ്യം എല്ലാം സെറ്റാക്കാമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടത്തിനിടയ്ക്ക് ഒന്നും നടന്നില്ല. അപ്പോൾ അവൻ തന്നെ ഒരു പാട്ടും ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതിൻ്റെ പ്രാക്ടീസാണ്. സ്റ്റെപ്പൊക്കെ നമ്മൾ സ്വയം, പിന്നെ ചേച്ചിയുടെ പിള്ളേരുള്ളതുകൊണ്ട് അവരും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി, ചേച്ചി, പിള്ളേർ, ഞാൻ, പിള്ളേർ, ചേട്ടന്മാർ എല്ലാവരും കൂടി ഒരു ഡാൻസൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസാണിത്. ഇത് കല്യാണത്തിൻ്റെ 2 ദിവസം മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ. ഹൽദിയുടെ തലേദിവസമാണ് നമ്മൾ ഈ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടത്തിയത്. വലിയ പ്രാക്ടീസൊന്നുമല്ല, വലിയ പ്ലാൻഡും അല്ല. പക്ഷേ റിസപ്ഷൻ നമുക്കങ്ങ് അടിച്ച് പൊളിക്കാൻ പറ്റിയിട്ടോ. അങ്ങനെ ഇത് നമ്മുടെ ഫുള്ള് പ്രാക്ടീസ് സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ഇതാ ഫുള്ള് കല്യാണ ചെക്കനും എല്ലാവരും കൂടി ഇതാ ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ തലേ ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ കേട്ടോ. എന്താണെങ്കിലും സംഭവം പൊളിയായിരുന്നു കേട്ടോ. നമ്മളെല്ലാം ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. കല്യാണത്തിൻ്റെ ടെൻഷനൊക്കെ നമുക്ക് പിന്നെ ഒരുവിധം മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാത്രിത്തെ ഉറക്കമൊക്കെ 2-3 ദിവസം കണക്കായിരുന്നു. പക്ഷെ അതൊന്നും നമുക്കൊരു വിഷയമായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി ബാക്കി അടുത്ത പാട്ടിൽ കണ്ടാലോ. അപ്പോൾ ഇത് നമ്മുടെ പാർട്ട് 2 ആണ്. അപ്പോൾ ഈ വീഡിയോസ് എല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത പാർട്ട് 3-ക്കായിട്ട് വെയിറ്റ് ചെയ്യണം. നമ്മുടെ ഹൽദിയും കല്യാണവും റിസപ്ഷനും അങ്ങനെ കുറേ വിശേഷങ്ങളുണ്ട് കേട്ടോ ഇനിയും പറയാൻ. അപ്പോൾ കുറേ വിശേഷങ്ങളായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത, കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനിയും വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയോടെ ബൈ ബൈ. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ.